ഇന്നലെ എപ്പിസോഡ് തുടങ്ങുന്നതിന് ആദ്യമായിട്ട് ലാലേട്ടൻ വരുന്നു. വന്ന ഉടനെ തന്നെ മുൻഷിയെടുത്ത് എവിക്റ്റായിട്ട് വരാൻ പറയുന്നു. സാധാരണ എവിക്ഷനൊക്കെ അവസാനമാണ് നടക്കുന്നത്. പക്ഷേ ഇന്നലത്തെ എപ്പിസോഡിൽ ഫസ്റ്റ് തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. മുൻഷി എവിക്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ ലാലേട്ടൻ സംസാരിച്ച് തുടങ്ങിയത് വീട്ടിൽ ഒരു പരാതി പെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കൂടുതൽ പരാതി അനീഷിനെതിരെയായിരുന്നു. അനീഷിൻ്റെ കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സംസാരിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ആദില നൂറയുടെ പേഴ്സണലായിട്ടുള്ള കാര്യത്തെ പറ്റിയൊക്കെ ഈ ഒരു അനീഷ് അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരിതിനെക്കുറിച്ച് സംസാരിക്കുകയും അതിൽ ആദില ഭയങ്കരമായിട്ട് വിഷമിച്ച് കരയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ ഉടനെ തന്നെ അനീഷിൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം, ഇപ്പോൾ നിങ്ങൾ ഡിവോഴ്സ് ആയിട്ടുണ്ട്, നിങ്ങളുടെ കാര്യം ആ ഒരു ഹൗസിലിരുന്ന് ചർച്ച ചെയ്താൽ നിങ്ങൾക്ക് എന്തുമാത്രം ഫീൽ ഉണ്ടാവും, അതേ കണക്കല്ലേ എന്ന് ചോദിച്ചിട്ട് അനീഷിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അഭിലാഷ് എണീറ്റ് എന്നിട്ട് അനീഷിനെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഭിലാഷ് പറഞ്ഞു അനീഷ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീട്ടിലേക്ക് ആരെയും വിളിക്കത്തില്ല, എല്ലാവരും ഫേക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് ശരിയായിട്ട് തോന്നിയില്ല ലാലേട്ടാന്ന് അഭിലാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ പറഞ്ഞു അതിപ്പം പുള്ളിക്കാരൻ അങ്ങനെ തോന്നിയെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നാണ് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അപ്പാനി ശരത്ത് ഭയങ്കരമായിട്ട് ചാടി എണീറ്റിട്ട് അനീഷിനെ പറ്റി കംപ്ലയിൻറ്റ് പറയാൻ തുടങ്ങി. ഇവിടെയുള്ള എല്ലാവർക്കും അനീഷിനെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആരോടും ഒത്തുപോകാനൊന്നും പറ്റുന്നില്ല, ഈ ഒരു പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ഒരുമാതിരി ഇറിറ്റേഷനാണെന്നൊക്കെ ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. ലാലേട്ടൻ ഉടനെ അതൊക്കെ തന്നെയല്ലേ ഗെയിം മോനെ, ചുമ്മാ വന്ന് കളിച്ചിരിച്ച് പോകാൻ വേണ്ടിയല്ലല്ലോ എന്ന് പറഞ്ഞ് അപ്പാനി ഉണ്ടെങ്കിൽ അവിടെ അടിച്ചിരുത്തി. ഉടനെ തന്നെ അപ്പാനി അടുത്ത ഒരു ട്രാക്ക് ഇട്ട് ഇതേ കണക്ക് പുള്ളിയെടുത്തൊന്നും സംസാരിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളെ കടിച്ചു കയറാൻ നിൽക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. എക്സാമ്പിളിന് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചോറും എല്ലാം കഴിച്ചോ എന്നങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ചോദിക്കാൻ നീ ആരാണ് എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള ടൈപ്പാണ് അനീഷ് സംസാരിക്കുന്നതെന്ന് അപ്പാനി ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. ലാലേട്ടൻ ഉടനെ ചോദിച്ചൊരു കാര്യം എന്ന് പറയുന്നത് അത് പുള്ളിയുടെ സ്ട്രാറ്റജി ആണെങ്കിൽ അതിൽ ചെന്ന് വീഴാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ചൈത്ര എണീറ്റിട്ടുണ്ടായിരുന്നു. ചൈത്ര എണീറ്റ് നിന്നതിന് ശേഷം പിന്നെ അനീഷിനെ പറ്റിയാണ് കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അനീഷ് ഇതേ കണക്ക് അനുമോളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ മേലിൽ നിന്ന് താഴേക്ക് ഇറങ്ങി അങ്ങനത്തുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതത്ര ശരിയായിട്ടില്ല. അതുപോലെ തന്നെ അപ്പാനി ശരത്തിൻ്റെ അടുത്ത് നിങ്ങൾക്കൊന്നും വലിയ രീതിയിൽ അഭിനയിക്കാൻ അറിയത്തില്ല എന്നുള്ള രീതിയിലും അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് ചൈത്ര പറഞ്ഞു. ഇത് കേട്ടതും അനീഷ് ഉടനെ തന്നെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ലാലേട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ അപ്പാനിക്ക് പോലും അത് മനസ്സിലായിട്ടില്ലായിരുന്നു എപ്പോഴാണ് പറഞ്ഞിട്ടെന്നുള്ള കാര്യം. അപ്പാനി ചോദിച്ചു എപ്പോഴാണ് എന്നുള്ള രീതിയിൽ. ഇത് കേട്ടതും ചൈത്ര ഭയങ്കരമായിട്ട് നിന്ന് അഴുവായിരുന്നു. അതിനുശേഷം മെയിനായിട്ട് സംസാരം പോയിട്ടുണ്ടായിരുന്നത് അക്ബറിൻ്റെ അനുമോളുടെയൊക്കെ ഇഷ്യൂ ആയിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അനുമോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു ബിഗ് ബോസിലിരുന്ന് പറയുന്നുണ്ടായിരുന്നു അക്ബർ എന്നെ നോക്കുന്ന രീതി എനിക്കത്ര ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളൊരു കാര്യം. കാരണം ഇത് ഭയങ്കരമായിട്ടുള്ള തെറ്റിദ്ധാരണയിലേക്കൊക്കെ പോയി. ഇനി കാരണം അക്ബർ കല്യാണം കഴിഞ്ഞിപ്പോൾ അങ്ങോട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടി അവിടെ നിന്ന് സംസാരിക്കുമ്പം എന്താണെന്നുള്ള കാര്യം ബിഗ് ബോസിന് ക്ലിയർ ആക്കണമായിരുന്നു. അപ്പോൾ ലാലേട്ടൻ ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേന് പുള്ളിക്കാരി ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി വലിയ രീതിയിൽ സംസാരമോ എന്താ ലാലേട്ടൻ എന്നൊരു ക്യൂട്ട്നെസ് മെഴുകാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ ആ വീഡിയോ കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാണിച്ച സമയത്ത് അനുമോൾ പറഞ്ഞു അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, അക്ബർ ഭയങ്കര ദേഷ്യത്തോടാണ് നോക്കുന്നത്, അല്ലാതെ വേറെ ഒരു ഉദ്ദേശത്തോടെ അല്ല ഞാൻ പറഞ്ഞതെന്ന് അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അനുമോളുടെ അടുത്ത ലാലേട്ടൻ ചോദിച്ച കാര്യം ഡോക്ടേഴ്സൊന്നും അത്ര നല്ലതല്ല എന്നുള്ളൊരു കാര്യമൊക്കെ ഇങ്ങനെ അനുമോൾ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി അഭിപ്രായം എന്തോന്ന് ചോദിച്ച സമയത്ത് അനുമോൾ പിന്നെ ക്യൂട്ട്നെസ് ഇട്ടിട്ട് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ലാലേട്ട, അത് ഏതാ ലാലേട്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മെഴുകി നിൽക്കുമായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ ലാലേട്ടൻ ഭയങ്കരമായിട്ട് ഞാൻ ഇത്രയും പറഞ്ഞിട്ട് പോലും തനിക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് എന്നൊക്കെ ചോദിച്ച് ലാലേട്ടൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ എപ്പിസോഡിൽ ഫുൾ അനീഷിനെതിരെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരന് ഹീറോ ഒക്കെ ആയിരുന്നു. ഇവർക്കൊന്നും എങ്ങനെയാണ് കളിക്കേണ്ടതെന്നുള്ളൊരു കാര്യം മനസ്സിലായിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇങ്ങനെ വരുമ്പോഴത്തേനും എല്ലാ സ്ക്രീൻ സ്പേസും കൂടെ പോകുന്നത് അനീഷിനാണ്. അത് ഇവർക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ഇന്നലെ അനീഷ് ഭയങ്കരമായിട്ട് തിളങ്ങി നിന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇന്നലെ എപ്പിസോഡിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മുൻഷിയെ പിന്നെ വിളിച്ച് സംസാരിച്ച് കുറച്ച് വീഡിയോസൊക്കെ കാണിച്ചിട്ട് പുള്ളിക്കാരനെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. സോ ഏകദേശം ഞാനെല്ലാം കംപ്ലീറ്റ് ചെയ്തു എന്നാണ് തോന്നുന്നത്. ഞാൻ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ട് നിങ്ങൾ തോന്നുവാണെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.